സമദോഷ സമാഗ്നിശ്ച സമധാതു മലത്രയഃ പ്രസന്നാത്മേന്ദ്രിയ മനഃ സ്വസ്ഥ ഇത്യഭിധീയതേ. നമ്മളൊരു ആയുർവേദ ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ സ്ഥിരം കേൾക്കുന്ന 3 വാക്കുകളാണ് വാതം, പിത്തം, കഫം എന്നുള്ളത്. ഇത് നമ്മൾക്കൊരു കാറ്റ് പോലെയാണ്. നമുക്കത് കാണാൻ പറ്റുന്ന ഒരു സാധനമല്ല, പക്ഷെ നമ്മൾ അതിൻ്റെ ഫങ്ഷൻസിനെയാണ് നമ്മുടെ ബോഡിയിൽ കാണുന്നത്. ഇപ്പോൾ വാതം കൺട്രോൾ ചെയ്യുന്ന ബേസിക്കലി നമ്മുടെ നെർവ് ഇമ്പൾസസ്, മൂവ്മെൻറ്റ്, സർക്കുലേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഈ വാദത്തിനകത്ത് ഇംബാലൻസ് വരുമ്പോൾ അത് കൂടുക അല്ലെങ്കിൽ കുറയുക, ഇതിനകത്ത് ഏത് വന്നാലും നമ്മൾക്ക് കാണുന്ന കുറേ സിംറ്റംസ് ക്രാക്കിങ് വരിക, ഡ്രൈനെസ് വരിക, പെയിൻ ഉണ്ടാവുക, ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും കാണുന്നത്. പിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡൈജഷൻ, മെറ്റബോളിസം, ഇങ്ങനത്തെ കാര്യങ്ങളെയാണ് കൺട്രോൾ ചെയ്യുന്നത്. കഫം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പൊതുവെയുള്ള ധാരണ നമുക്ക് ജലദോഷവും പനിയും ഒക്കെ വരുമ്പോൾ നമുക്ക് വരുന്ന ഡിസ്ചാർജാണ്. അതല്ല കഫം. കഫം നമ്മുടെ ബോഡിയിലെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ, സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ, ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ദോഷമാണ്. ഇതിനകത്ത് ഇംബാലൻസ് വരുമ്പോൾ നമുക്ക് ഒബേസിറ്റി, PCOD, ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ വാദം, പിത്തം, കഫവും ഒക്കെ ബാലൻസ്ഡ് ആണെങ്കിൽ മാത്രമാണ് നമ്മളെ സ്വസ്ഥ എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നിരിക്കും.